ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PN ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായ അവിയലാണ്. വളരെ ഈസിയായ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അവിയലിൽ ഏത് വെജിറ്റബിൾ വേണേലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 മുരിങ്ങാക്കായ, പിന്നെ ഒരു 4 പയർ, ഒരു പീസ് പച്ചക്കായ തൊലിയോടെ കൂടെ നീളത്തിൽ അരിഞ്ഞത്, ഒരു പീസ് ചേന, ഒരു വലിയ ക്യാരറ്റ്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ പീസ് പാവക്ക അല്ലെങ്കിൽ കയ്പ്പക്ക കുറച്ച് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ അവിയൽ കൈപ്പടിച്ച് പോവും. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഒരു മുറി തേങ്ങ, ഒരു പീസ് ഇഞ്ചി, ഒരു 5 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. വെജിറ്റബിൾ എല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ സ്റ്റീമിൽ തന്നെ അത് വെന്ത് വരും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. മുരിങ്ങാക്കായി വെന്തുടയാതെ നോക്കണം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു വിസിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതുക്കി എടുക്കണം. ഈ തൈരും കൂടെ ചേർത്ത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ജീരകവും ചേർത്ത് ചതുക്കി എടുക്കണം. അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ വെജിറ്റബിൾ വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും വേണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം കട്ടിയാവണ്ട, അതുപോലെ തന്നെ കറി പോലെ ലൂസാവുകയും വേണ്ട. ഈ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പം നമ്മൾ അവിയലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കിട്ടണം. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ കടുകിൻ്റെ കൂടെ വറ്റൽമുളകും ചേർത്ത് വറുത്തിടാവുന്നതാണ്. ഞാനിപ്പോൾ പച്ച വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സദ്യ സ്പെഷ്യൽ ആണെങ്കിലും നമ്മൾ ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന കറീനേക്കാളും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.